നമസ്കാരം. എല്ലാവർക്കും ആത്മീയത്തിലേക്ക് സ്വാഗതം. ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പൊതു സ്വഭാവവും അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളുമാണ് ഇതിൽ പറയുന്നത്. ഇന്ന് പൂര നക്ഷത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. പൂര നക്ഷത്രക്കാർ ആരോഗ്യവും ആകർഷണീയമായ ശരീരവും കൊണ്ട് ഇവർ അനുഗ്രഹീതരാണ്. ഇവർ വലിയ മര്യാദക്കാരാണ്. ന്യായവിരുദ്ധമത കണ്ടാൽ എതിർക്കും. ന്യായത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഇവർക്ക് കഷ്ടനഷ്ടങ്ങൾ ധാരാളം ഉണ്ടാകാറുണ്ട്. ഇവരുടെ പ്രത്യേകത, ഇവർ മറ്റാരുടെയും കീഴിൽ ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. സേവ ചെയ്യുക, ദാസ്യപ്രവൃത്തി ചെയ്യുക, ഇതൊന്നും ഇവർക്ക് താല്പര്യമില്ല. ഇത് ഇവരുടെ അഭിവൃദ്ധിയെ പലപ്പോഴും അപകടത്തിലാക്കാറുണ്ട്. പൂര നക്ഷത്രക്കാർ ഏത് മേഖലയിലും ഉയർച്ച ഉള്ളവരാണ്. അധികാരമോഹം വളരെ കൂടുതലാണ് ഇവർക്ക്. പറയുന്നത് പോലെ പ്രവർത്തിക്കുക, കൃത്യനിഷ്ഠത പാലിക്കുക ഈ നക്ഷത്രക്കാരുടെ മറ്റൊരു പ്രത്യേകതയാണ്. സ്വഭാവശുദ്ധിയും ബുദ്ധി സാമർഥ്യവും വളരെ കൂടുതലാണ് ഇവർക്ക്. വലിയ അഭിവൃദ്ധി ഇല്ലെങ്കിലും അധപ്പതനം ഇവർക്ക് ഉണ്ടാക്കാറില്ല. ഇവർക്ക് ജീവിതത്തിൽ പല പരിവർത്തനങ്ങളും ഉണ്ടാകാറുണ്ട്. പൂരനക്ഷത്രക്കാർക്ക് പ്രവൃത്തി രംഗവും ഒരേ ലക്ഷ്യത്തിലും മാർഗത്തിലുമല്ല നടക്കുന്നത്. ഏതാണ്ട് 45 വയസ്സിന് മേലെയാണ് ഇവർക്ക് സ്ഥിരമായ ഒരു നല്ല കാലത്തെ പ്രതീക്ഷിക്കാനുള്ളത്. ആർഭാടരഹിതമായ ജീവിതമാണ് പൂരനക്ഷത്രക്കാർ ഇഷ്ടപ്പെടുന്നത്. എല്ലാ കാര്യത്തിലും കുലീനത ഇവരിൽ കാണാൻ കഴിയും. ഇവരുടെ ദാമ്പത്യ ജീവിതം സൗഭാഗ്യകരമായിരിക്കും. നല്ല ഭാര്യാപുത്രാദികൾ കൊണ്ട് ഇവർ അനുഗ്രഹീതരാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ ജീവിതം തൃപ്തികരമായിരിക്കും. ഇവരിൽ ചിലർക്ക് പുനർവിവാഹം ഉണ്ടാകാറുണ്ട്. സ്വന്തക്കാരെ ഇവർ പരിത്യജിക്കുകയില്ല. സ്വഗ്രഹത്തിൽ നിന്ന് അകന്ന് താമസിക്കുന്നവരാണ് ഇവരിൽ ചിലർ. ദന്തം, ശിരസ്, ഉദരം ഇവയെ ബാധിക്കുന്ന രോഗങ്ങളെയാണ് പൂരനക്ഷത്രക്കാർ ഭയപ്പെടേണ്ടത്. ദീർഘകാലം നിലനിൽക്കുന്ന രോഗങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകാറില്ല. ഇനി പൂരനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകളെക്കുറിച്ച് നോക്കാം. പൂരനക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീകൾ സൗഭാഗ്യവതികളായിട്ടാണ് കാണപ്പെടുന്നത്. നല്ല സന്താനങ്ങൾ ഇവർക്കുണ്ടാകാറുണ്ട്. കൃത്യനിഷ്ഠതയിൽ പ്രശംസ അർഹിക്കുന്നവരാണ് ഇവർ. സംസാര ചാതുര്യം, ഉപകാരസ്മരണ ഇതെല്ലാം ഇവരിൽ നന്നായി കാണുന്നു. ഈ സ്ത്രീകൾക്ക് തൻ്റെ ഇടം കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പൂരനക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ശത്രുക്കൾ വളരെ കൂടുതലാണ്. കൂടാതെ അപവാദങ്ങൾ കേൾക്കാനും ഇവർക്കിടയുണ്ട്. വായുക്ഷോഭം വരാൻ സാധ്യതയുള്ളവരാണ് ഈ സ്ത്രീകൾ. കുറച്ച് ദുശാഠ്യം ഇവർക്ക് കൂടുതലാണ്. ശുക്രനാണ് ഈ നക്ഷത്രക്കാരുടെ ദശാനാഥൻ. ഇനി പ്രതികൂല നക്ഷത്രങ്ങൾ ഏതെല്ലാം എന്ന് നോക്കാം. അത്തം, ചോതി, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി ഈ നക്ഷത്രങ്ങളാണ് പൂരനക്ഷത്രത്തിൻ്റെ പ്രതികൂല നക്ഷത്രങ്ങൾ. ഇനി അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്തെല്ലാം നോക്കാം. മഹാലക്ഷ്മി, അന്നപൂർണേശ്വരി എന്നീ ദേവകളെ ഭജിക്കുന്നത് വളരെ ഉത്തമമാണ്. യക്ഷിക്ക് വഴിപാട് നടത്തുക. പൂരവും വെള്ളിയാഴ്ചയും വരുന്ന ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം, വ്രതാനുഷ്ഠാനം എന്നിവ വളരെ നല്ലതാണ്. പൂരം, ചോതി, പൂരാടം, ഭരണി എന്നീ നക്ഷത്രങ്ങളിൽ ക്ഷേത്ര ദർശനം ഉത്തമം. ജന്മനക്ഷത്ര ദിവസം ലക്ഷ്മി പൂജയോ ശുക്രപൂജയോ നടത്തുന്നത് വളരെ നല്ലതാണ്. രാശ്യാധിപൻ ആദിത്യനാണ്. പൂരവും ഞായറാഴ്ചയും വരുന്ന ദിവസങ്ങളിൽ ആദിത്യ പൂജ വളരെ ഉത്തമമായുള്ള കാര്യമാണ്. വെള്ള, ഇളം നീല, ചുവപ്പ് എന്നീ നിറങ്ങൾ പൂരനക്ഷത്രക്കാർക്ക് അനുകൂലമാണ്. നക്ഷത്ര ദേവത ആര്യമാവാണ്. ആദിത്യന്മാരിൽ ഒരാളായ ഈ ദേവതയെ പ്രീതിപ്പെടുത്തുന്നത് വളരെ ഉത്തമമാണ്. ആദിത്യ മന്ത്രം ദിവസവും ചൊല്ലുക, സൂര്യ നമസ്കാരം ചെയ്യുക ഇതെല്ലാം ഇവർക്ക് അനുകൂലമാണ്. രാശ്യാധിപൻ ആദിത്യനായതുകൊണ്ട് തന്നെ ഇവർക്ക് ആദിത്യ മന്ത്രം വളരെ ഉചിതമാണ്. ഇവരുടെ മൃഗം ചുണ്ടലി, വൃഷം, പ്ലാശ്, മനുഷ്യഗണം, യോനി സ്ത്രീ യോനിയാണ്. പക്ഷി ചകോരം, ഭൂതം ജലമാണ്. അതുകൊണ്ട് നമുക്ക് ഒരു ആദിത്യ ശ്ലോകം ചൊല്ലാവുന്നതാണ്. ഓം നാദോ ദിനാകര സപ്തസപ്തി പ്രഭാകര വിഭാവസുർ വേദകർത്ത വേദാംഗോ വേദവാഹന. അടുത്ത ദിവസം ഈ ഉത്തര നക്ഷത്രത്തിൻ്റെ വിശേഷങ്ങളുമായി വരാം. ഇഷ്ടപ്പെടുന്നവർ ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യണം. ശുഭം. ഓക്കെ.
You know.